നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹുഫ്ഫത്തിൻ നാർ ഹുഫ്ഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, ഹുഫ്ഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി, സ്വർഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് ബിൽ മകാരിഹി, പ്രയാസങ്ങൾ കൊണ്ടാണ്. പ്രയാസത്തിന്റെ പുറന്തോട്, പ്രയാസത്തിൻ്റെതായ ഓരോ ബുദ്ധിമുട്ടുകളും, ആ ബുദ്ധിമുട്ടുകളിലൂടെ ഉള്ളിലൂടെ അങ്ങ് പ്രവേശിച്ചിട്ടല്ലാതെ സ്വർഗത്തിലെത്താനാവില്ല. അതുകൊണ്ട് വളരെ കണിശമായി ഗൗരവത്തോടുകൂടി ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കുകയും ആ പഠിച്ച നിയമത്തെ ജീവിതത്തിൽ വളരെ കൃത്യമായി ഇബാദത്തുകളിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ കൊണ്ടുവരികയും സൽ സ്വഭാവത്തിലൂടെ അതിനെ നിലനിർത്തുകയും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സർവശക്തനായ റബ്ബിനെ, ആ റബ്ബിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത് ത്യാഗം സഹിച്ചാലല്ലാതെ സ്വർഗത്തിലെത്താനാകുമോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിച്ചു പോയോ, നിങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ടോ? അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ചു പോയോ? വലമ്മാ യഅതികും മസലുൽ ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് വന്നതുപോലെയുള്ള പ്രയാസങ്ങൾ വരാതെ എന്നാണ് തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് എന്ന്. അല്ലാഹു ശരിക്കും നിങ്ങളെക്കുറിച്ച് പരിശോധിച്ചറിഞ്ഞ് മനസ്സിലാക്കപ്പെടുന്നത് വരെ നിങ്ങൾ ത്യാഗത്തിന് തയ്യാറാവാതെ നിങ്ങൾ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചു പോയോ? അള്ളാഹുവിന്റെ ഗൗരവത്തോടുകൂടെയുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രയാസം സഹിച്ചാലേ സ്വർഗം കിട്ടുകയുള്ളൂ. അതിന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കണം, നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? സ്വർഗത്തെ അല്ലാഹു മനുഷ്യന്റെ മുമ്പിലേക്ക്, വിശ്വാസികളുടെ സമീപത്തേക്ക് അടുപ്പിച്ചു കൊണ്ടുവരികയാ. വൗസിലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ് ഉദ്ഖുലൂഹാ ബിസലാം ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്ത് ഖാഫിലൂടെ അള്ളാഹു തആല പറയാണ്, പ്രിയപ്പെട്ടവരെ, സ്വർഗം മുത്തഖീങ്ങളായ ആളുകളുടെ സമീപത്തേക്ക് അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് റഹ്മാനായ റബ്ബ് പറയും, ഇതാ നിങ്ങളോട് കരാർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗമാണിത്. ഇതാർക്കാണ് ലഭിക്കുന്നത്? ലികുല്ലി അവ്വാബ്, അള്ളാഹുവിലേക്ക് വളരെ ഖേദിച്ച് മടങ്ങുന്ന, ചെയ്തുപോയ തെറ്റുകളെ കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ കണ്ണുനീര് വാർത്തുകൊണ്ട് റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാരുണ്ടോ അവർക്കാണ് സ്വർഗമെന്നറിയണം. ഹഫീദ്, രണ്ടാമത്തെ ഗുണം പറഞ്ഞത്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അതിർത്തികളുണ്ട്. അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കണിശമായും അത് നിർവഹിക്കണം. റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം ജീവിതത്തിൽ വിട പറയണം, പരിപൂർണമായും അതിൽ നിന്ന് വെടിഞ്ഞു നിൽക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിക്കുകയും അവന്റെ ഓരോ നിയമങ്ങളെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തിന്മകൾ വരാതെ അതീവ സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കേണ്ടതെല്ലാം കാത്തു സൂക്ഷിച്ച് എല്ലാ രംഗത്തും വിശുദ്ധി കാത്തു സൂക്ഷിച്ച്, വിശ്വാസ വിശുദ്ധി വേണം, കർമ്മ വിശുദ്ധി വേണം, സ്വഭാവ വിശുദ്ധി വേണം, സാമ്പത്തിക വിശുദ്ധി വേണം, ലൈംഗിക വിശുദ്ധി വേണം, എല്ലാ അർത്ഥത്തിലുമുള്ള വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഹഫീളുകളായിക്കൊണ്ട് ആര് ജീവിച്ചുവോ അവർക്കാണ് ഈ സ്വർഗമുള്ളത്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ നിലക്ക് തന്നെ റബ്ബിനെ ഭയപ്പെടുകയാണ്. അല്ല കാണുന്നുണ്ടല്ലോ, അല്ല കേൾക്കുന്നുണ്ടല്ലോ എന്ന പേടിയാണ് എപ്പോഴും മനസ്സിലുള്ളത്. നാട്ടുകാര് കാണുന്നല്ലോ, ഉപ്പ കാണുന്നല്ലോ, ഉമ്മ കാണുന്നല്ലോ, അനിയൻ കാണുന്നല്ലോ, ജ്യേഷ്ഠൻ കാണുന്നല്ലോ, അയൽക്കാരറിയുന്നല്ലോ. അതൊന്നുമല്ല, എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബ്, അവൻ എന്നെ കാണുകയാണ്, എന്നെ കേൾക്കുകയാണ്.
എന്നെ സദാ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ അവൻ എന്നെ എപ്പോഴും നോക്കുന്നുണ്ട്. ഞാൻ അവനെ കാണുന്നത് പോലെ ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ ഇങ്ങോട്ട് എപ്പോഴും സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിരീക്ഷകനാണല്ലോ, റഖീബാണല്ലോ, അലീമായ റബ്ബാണല്ലോ, ഖബീറായ റബ്ബാണല്ലോ, സമീആയ റബ്ബാണല്ലോ എന്ന നിലക്ക് അവനെ കാണാതെ തന്നെ അദൃശ്യമായ നിലക്ക് തന്നെ അവന്റെ കൽപ്പനകളെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ എല്ലാ കാര്യത്തിലും അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർക്കാണ് സ്വർഗം. വജാഅ ബിഖൽബിൻ മുനീബ്, ഒരഹങ്കാരവും തൊട്ട് തീണാത്ത വളരെ ക്ലിയറായ ഹൃദയത്തോടുകൂടി പരലോകത്ത് എത്തിയവർക്ക് അവർക്കാണ് സ്വർഗം.